ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റേഷനരി കൊണ്ട് നല്ലൊരു പുലാവാണ്. അപ്പോൾ ഈ റേഷനരി പുലാവ് കുക്കറിൽ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. അതിലൊരു പുലാവിൻ്റെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു മസാല കൂടി ചേർത്ത് കഴിഞ്ഞാൽ റേഷനരിയാണെന്ന് ആരും പറയില്ല കേട്ടോ, അത്ര ടേസ്റ്റാണ്. ഞാൻ 4 കപ്പ് റേഷനരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വാരിയിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ കളയണം. ഞാൻ വെള്ളത്തിൽ കുതിർത്തണമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് കഴുകി വാരി നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മസാലകൾ ഒന്നിട്ട് പൊട്ടിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലും നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ബേ ലീഫും ഒരു 2 കഷ്ണം പട്ടയും പിന്നെ ഒരു 6 ഏലക്കായ, ഇനി നമുക്ക് ഗ്രാമ്പു വേണം. അപ്പോൾ 4-5 ഗ്രാമ്പു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ സാജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ നമുക്ക് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചതച്ചെടുത്തത്, ഇനി 4-5 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 100 ഗ്രാം ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 100 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഒരുവിധം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് നമുക്ക് മാജിക് പുലാവിൻ്റെ മസാല എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. മാഗിയുടെ മാജിക് പുലാവ് മസാല. അതിൽ ഇതേപോലത്തെ ചെറിയ പാക്കറ്റ് ഒരു 6-8 ഉണ്ടാവും. അതിൽ നിന്നൊരു 4 പാക്കറ്റ് എടുത്ത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ പാക്കറ്റ് 4 എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ ഒരു 8 ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ 4 ചെറിയ പാക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ശരിക്കും നല്ലൊരു വാസനയാണ് കേട്ടോ നമ്മുടെ ഈ പുലാവിന്. റേഷനരിയുടെ മണം ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് 8 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 കപ്പ് അരിക്ക് 8 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ഭാഗത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ചിരിക്കുന്ന വെള്ളമല്ലേ, ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം, അപ്പോഴാണ് നമ്മൾക്ക് വെന്ത് വരുമ്പോൾ ഈ ഉപ്പിൻ്റെ ടേസ്റ്റ് പാകത്തിനാവുള്ളൂ. അപ്പോൾ ഈ അരി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 2 വിസിൽ വരുത്തണം കേട്ടോ, അത്രയും കറക്റ്റ് മതി. അരി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 2 വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായിന്ന് നോക്കാം നമ്മുടെ പുലാവ്. കറക്റ്റായിരുന്നു, വെള്ളമൊക്കെ എല്ലാം വറ്റി. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അത്രയാണ് ഞാനിവിടെ ഒഴിച്ചേക്കണത് കേട്ടോ. കണ്ടത് ഇങ്ങനെ ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ, 1 ബൗൾ പൈനാപ്പിൾ കൂടി അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബേ ലീഫും പിന്നെ നമ്മുടെ പട്ടയൊക്കെ ഇഷ്ടമല്ലെങ്കിൽ അത് എടുത്ത് കളയാം. ഇനി അതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ബൗൾ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ടൊന്ന് ഫോർക്ക് കൊണ്ട് തന്നെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിനായിരിക്കും. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റാം. ഈ മസാല ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ പുലാവിന് പുലാവ് മസാല എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. അത് ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പുലാവ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.